ഹലോ ഗൈസ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്മസ് ഒക്കെ എവിടം വരെയായി? എല്ലാവരും ലൈറ്റ്സും സ്റ്റാർസും ഒക്കെ ഇട്ടോ, നമ്മൾ ഇട്ടോ. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ കാണിക്കാം. ഡാഡിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, 12-ാം തീയതി ഡിസംബർ 12-ന്. അപ്പോൾ ഞങ്ങൾ 12th ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അതിന് മുമ്പത്തെ ഞായറാഴ്ച നമുക്ക് പുറത്ത് പോകാം എന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. അങ്ങനെ രാവിലെ പള്ളി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് ആര്യാസിലേക്കായിരുന്നു, നമ്മുടെ കോഴഞ്ചേരിയിൽ. അവിടെ ചെന്നപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാം കഴിക്കണം എന്നൊരാഗ്രഹം തോന്നി. പക്ഷെ എല്ലാം ഞാൻ ഇച്ചിരി വെച്ച് കഴിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ മിനി ടിഫിൻ ഉണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. ആദ്യം ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ആ ചേട്ടൻ എനിക്ക് ഒപ്പിച്ചു തന്നു. ഈ മിനി ടിഫിൻ്റെ കൂടെ ഒരു ചെറിയ കാപ്പി വരെയുണ്ട്. ഇവർ നെയ്റോസ്റ്റൊക്കെയാണ് കേട്ടോ കഴിച്ചത്. അപ്പം ഇതിൻ്റെ കൂടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ദോശ വരുന്നുണ്ട്, ഇഡലി വരുന്നുണ്ട്, പൂരി വരുന്നുണ്ട്, ഉപ്പുമാവ് വരുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം കൂട്ടാനും വരുന്നുണ്ട്, സൈഡ്സ്. അപ്പം അതിനുശേഷം ഉച്ചയ്ക്ക് നമുക്ക് പുറത്തേക്ക് പോകാം എന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ ഞങ്ങൾ. അങ്ങനെ വീട്ടിലൊക്കെ പോയി കുറേ നേരത്തിന് ശേഷം നമ്മളെന്താണ് ബ്ലാക്ക് ഫോർട്ട് തിരുവല്ലയിലേക്ക് പോയി. എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തെ ചട്ടിച്ചോറും ഇറച്ചിച്ചോറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ആണ് ഈ സ്ഥലം നമുക്ക് പിടികിട്ടിയത്. അപ്പോൾ പോയി നോക്കാമെന്ന് വിചാരിച്ച് അവിടെ പോയി കേട്ടോ. അപ്പോൾ അവിടെ പോയി ഇറച്ചിച്ചോറ് നമ്മൾ ആദ്യം ട്രൈ ചെയ്തു, അതുപോലെ തന്നെ ചട്ടിച്ചോറും ട്രൈ ചെയ്തു. അപ്പം ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ചട്ടിച്ചോറ് പിന്നെ നമുക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ആണല്ലോ. എനിക്കാണെങ്കിൽ ചോറ് ഭയങ്കര വീക്ക്നെസ് ആട്ടോ. 4 നേരം വേണമെങ്കിലും എനിക്ക് ചോറ് കഴിക്കാൻ പറ്റുന്ന ഒരാളാണ്. അതുകൊണ്ട് പുറത്തിറങ്ങിയ ഞാൻ പുതിയ ഐറ്റംസ് ട്രൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ചട്ടിച്ചോറ് നമ്മളെന്നും കഴിക്കുന്ന ഒന്നല്ലല്ലോ. അങ്ങനെ അത് ട്രൈ ചെയ്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബട്ടർ ഗാർലിക് എന്ന് പറഞ്ഞിട്ട് അൽഫാം ഉണ്ടായിരുന്നു, അതുകൂടെ ട്രൈ ചെയ്തു കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്തത്. നമുക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം അതിനൊക്കെ ശേഷം നമ്മൾ ആ ദിവസത്തിന് ശേഷം അന്ന് രാത്രിയിൽ ഒരു ചെറിയ യാത്ര ഉണ്ടായി നമുക്ക്. എങ്ങോട്ടേക്കാണെന്നറിയാവോ? നമ്മൾ പോയത് നിലമ്പൂരേക്കാണ് കേട്ടോ. അപ്പോൾ നിലമ്പൂർ ഡാഡിയുടെ കസിൻ്റെ വീടാണ്. അവിടെ കസിൻ്റെ വീട് കയറി താമസത്തിനോട് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ അതേ ഞങ്ങൾ അവിടെ ആദ്യം ഒരു വീട്ടിലേക്ക് പോയി നമ്മൾ ഫ്രഷപ്പ് ഒക്കെ ആവാനായിട്ടാണ് അവിടെ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ കാപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെന്ന് രാത്രി ട്രാവൽ ചെയ്താണ് കേട്ടോ പോയത്. അപ്പോൾ ആ വീട്ടിലെ ആൾക്കാരാണ് കേട്ടോ അത്. അവർ നമുക്ക് വേണ്ടി ഒത്തിരി ഐറ്റംസ് ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നു. രാവിലെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് യാത്ര കഴിഞ്ഞിട്ട് ക്ഷീണമൊന്നും തോന്നിയില്ല. കാരണം നമ്മൾ ഇവിടെ കംപ്ലീറ്റ്ലി റിഫ്രഷായി നല്ല ഫുഡ് കഴിച്ചു. ഇതുപോലെ ചപ്പാത്തിയും കറിയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടാണ് നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോയത് കേട്ടോ. അതായത് വീട് കയറി താമസം നടക്കുന്ന വീട്ടിലേക്ക് പോയത്. അപ്പോൾ വീട് കയറി താമസം നടന്ന വീട്ടിലെ വിശേഷങ്ങളും വീടും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ കാഴ്ചകളിലേക്ക് ഞാൻ ഇവിടുന്ന് വന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഫ്രഷപ്പ് ആയില്ലേ, ബാഗൊക്കെ തിരിച്ചോടെ നമ്മുടെ ട്രാവലറിലേക്ക് വെച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചടങ്ങുണ്ടല്ലോ, എവിടെ ചെന്നാലും നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. അപ്പോൾ ഇത്രയും പേരല്ല കേട്ടോ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളൊരു ഫോട്ടോയ്ക്ക് മുമ്പേ ആ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ബാക്കി നമുക്ക് വീട് ചുറ്റി ഒന്ന് കണ്ടു നോക്കാം അല്ലേ.
ജഡ്ജിനും ആൾക്കാരും എല്ലാവരും വന്നിട്ട് കൂതാശി നടക്കുന്ന ചടങ്ങാട്ടോ ഇപ്പം നടക്കുന്നത്. നമ്മളെല്ലാവരും കൂടെ നിന്ന് അച്ഛൻ പ്രാർത്ഥിച്ച് വീടൊക്കെ വെഞ്ചരിച്ചു. ആ കർമ്മമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡാഡി വന്നില്ലായിരുന്നു കേട്ടോ, കാരണം കുറച്ചധികം ലോങ് ഡിസ്റ്റൻസ് യാത്ര ആയതുകൊണ്ട് ഡാഡി നമ്മളോട് വന്നില്ലായിരുന്നു. നമുക്ക് നമ്മുടെ പാല് കാച്ചൽ ചടങ്ങിൽ പാല് കിട്ടിയിട്ടുണ്ട്. അതും കഴിച്ചതിന് ശേഷം നമ്മൾ കഴിക്കാനായിട്ട് പോവാട്ടോ. കഴിക്കാനായിട്ട് ചെന്നപ്പോൾ ഉണ്ട് അവിടെ രാത്രിക്കായിട്ടുള്ള ഭക്ഷണം. രാത്രിയിലാണ് കേട്ടോ ഗസ്റ്റ് എല്ലാം കൂടുതൽ വരാനുള്ളത്. രാത്രിക്കായിട്ടുള്ള ഫുഡ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ ഞാൻ പോയതാണ്. അവിടെ അടിപൊളി കപ്പയും ബീഫും ഒക്കെ റെഡിയാവുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ നോക്കി കണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോയിലൂടെ ക്യാപ്ചർ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ ഊണ് കഴിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പം ഞാൻ അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ച് അത് പരിപ്പിൻ്റെ കൂടെയും മോരിൻ്റെ കൂടെയും ആ ബീഫൊക്കെ കൂട്ടി നന്നായിട്ട് ചോറൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം തിരിച്ചു വന്ന് കുറേയധികം നേരം ഫോട്ടോഷൂട്ടായിരുന്നു. നമ്മൾ വന്നവരെല്ലാവരും കൂടെ നമ്മൾ അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടൊരു കുട്ടി ഞങ്ങൾക്ക് 2-3 വീടുകൾ വെച്ച് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ആ വീടുകളിലേക്കൊക്കെയുള്ള യാത്രയ്ക്കായിട്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് ഇങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ മിൽക്കാവോ അവിൽ മിൽക്കിൻ്റെ കട കണ്ടു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും അവിൽ മിൽക്ക് കഴിക്കാനായിട്ട് മോഹം. അങ്ങനെ കയറിയതാണ് നമ്മുടെ ഈ മിൽക്കാവോയിൽ. അങ്ങനെ ഞാൻ കഴിച്ചത് ഒരു നാച്ചുറൽ, അതായത് സാധാ അവിൽ മിൽക്കാണ് കേട്ടോ. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ബാക്കി ഫ്ലേവേഴ്സ് വന്നതിനോടൊന്നും അവർ സിറപ്പ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് ടേസ്റ്റ് അത്ര അങ്ങോട്ട് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ഉടനെ രാത്രിയിലത്തെ ഫുഡ് പറയാനോ ഒരു രക്ഷയില്ല. അടിപൊളി നെയ്ച്ചോറ്, ചിക്കന്, സ്റ്റ്യൂവ്, അപ്പം, പൊറോട്ട, പിന്നെന്താണ് എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ഫുഡായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അടുത്ത പ്രാവശ്യം കാണാം. കാരണം എപ്പോഴും നമ്മൾ കാണുന്നവരല്ലല്ലോ ഇവരെയൊക്കെ, നല്ല ദൂരമുള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെയാണ് അവർ ഈ സൈഡിലേക്കൊക്കെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും തലയെണ്ണമൊക്കെ നോക്കി ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറി കുറേ നേരം അന്താക്ഷരിയൊക്കെ കളിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ.